Hi friends, welcome to Pluto Creations. In the end, 2 kilo plum ഉണ്ട്. ഞാൻ തിന്ന 1/2 കിലോ കുറച്ചാൽ ബാക്കി ഒരു 1.5 കിലോ പ്ലം ഉണ്ട് ഇവിടെ. അപ്പോൾ ഇന്ന് ഞാൻ ഈ പ്ലം കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു വൈനാണ്. ആദ്യമായി ട്രൈ ചെയ്യുന്നതാണ്. ഇതിന് മുന്നേ പ്ലം കൊണ്ട് വൈൻ ഇട്ടിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഒരു പ്ലം എടുക്കുകയാണെങ്കിൽ ഇതിനകത്തൊരു 12% വിറ്റാമിൻ സി, ബാക്കി കുറച്ച് കാലറീസ്, ഒരു 40 കാലറി, അങ്ങനെ കുറച്ച് ചെറിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരുപാട് കഴിച്ചാലും വലിയ പ്രശ്നമില്ലാത്ത കാര്യമാണ്. പക്ഷേ അതുകൊണ്ടൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് ഫെർമെന്റേഷൻ എന്തോരം എങ്ങനെയാവും നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഈ പ്ലം കൊണ്ട് ഒരു വൈൻ ഇടാൻ പോവാണ്. നമുക്ക് നേരെ മേക്കിങ്ങിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. നമ്മുടെ പ്ലം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലം കൂടി ഈ പാത്രത്തിനുള്ളിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്കൊരു ഇതിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന പ്ലം ആണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ടൊരു ഇതിപ്പോൾ 1.5 കിലോ പ്ലം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു 3 ലിറ്റർ വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് വെറും വെള്ളമല്ല, നല്ല തിളച്ച വെള്ളമാണ്, നല്ല ഹോട്ട് വാട്ടർ. അപ്പോൾ എന്നാൽ മാത്രമേ നമ്മുടെ ഈ പ്ലമ്മിനകത്തുള്ള എന്തെങ്കിലും ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ ചത്തുപോവുകയൊക്കെ ചെയ്യുള്ളൂ. പ്ലം ചെറുതായിട്ടൊന്ന് വേവുകയും കൂടെ വേണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനുള്ളിലോട്ട് നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കണം. ഇനി നമുക്കിന്ന് തണുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ അത്യാവശ്യം ഒന്ന് തണുത്തിട്ടുണ്ട്. നമുക്ക് കൈ മുക്കുമ്പോൾ പൊള്ളരുത്. അപ്പോൾ അത്രയും ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലം മുഴുവൻ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ പ്ലം ഇവിടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് പഞ്ചസാരയാണ് ചേർക്കാനുള്ളത്. ഞാനിവിടെ 1 കിലോ പഞ്ചസാരയാണ് നമ്മുടെ പ്ലമ്മിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 1 കിലോ പഞ്ചസാര ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്കൊരു സ്പൂൺ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി ഇതിനകത്തോട്ട് അലിഞ്ഞ് ചേരുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ഭരണിക്കകത്തോട്ട് മാറ്റുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ പ്ലം ഭരണിക്കകത്തോട്ട് മാറ്റാം. നമ്മളങ്ങനെ പ്ലം ഭരണിക്കകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ആഡ് ചെയ്യേണ്ടത് ഈസ്റ്റ് ആണ്. നമ്മളിതാ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഈസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിരുന്നു. ഇത് കപ്പ് സിറപ്പ് അല്ല, ഈസ്റ്റ് തന്നെയാണ്. ഈ കപ്പ് സിറപ്പിൻ്റെ കുപ്പിക്കകത്ത് ഒഴിച്ചു വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈസ്റ്റ് ആഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പ്ലമ്മിന് റൂം ടെമ്പറേച്ചർ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഈസ്റ്റ് ആഡ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഈസ്റ്റിന് ഒരു ഷോക്കായി പോകും. ഈസ്റ്റ് എല്ലാം ചത്തു പോകാനായിട്ട് ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് പ്രവർത്തിക്കാതായി പോകും. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ നല്ലോണം റൂം ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു തവിക്ക് 2 തവി ഈസ്റ്റാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് കെട്ടി 10 ദിവസത്തേനാണ് വെച്ചേക്കേണ്ടത്. 10 ദിവസം കഴിയുമ്പോഴാണ് നമ്മളിത് തുറന്ന് ബോട്ടിൽ ചെയ്യാനൊക്കെ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു 10 ദിവസം കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മൾ പ്ലം നമ്മുടെ ഭരണിക്കകത്ത് ഇട്ട് വെച്ചിരുന്നു. ഒരു 1.5 കിലോ പ്ലമ്മും 1 കിലോ പഞ്ചസാര, അതുപോലെ തന്നെ 2 ലിറ്റർ വെള്ളമൊക്കെ കൂടി നമ്മൾ മിക്സ് ആക്കിയിട്ട് ഭരണിക്കകത്ത് ഇട്ട് വെച്ചേക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞു. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 10 അല്ല, ഒരു 12-15 ദിവസത്തോളം, ഏറെക്കുറെ ഒരു 15 ദിവസത്തോളം കഴിഞ്ഞാണ് തോന്നുന്നത്. കണക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഭരണി നമുക്കൊന്ന് തുറന്നിട്ട് ഇതിനകത്തുള്ള പ്ലം എല്ലാം ഒന്നെടുത്ത് അരിച്ചെടുത്ത് അത് കുപ്പിക്കകത്തോട്ട് ബോട്ടിൽ ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 4-5 ബോട്ടിൽ കാണുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു കണക്കൂടൽ. നമുക്ക് എന്തായാലും ഇനി ഒന്ന് തുറന്നിട്ട് ഇതിനകത്തെ അവസ്ഥകളൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ, നല്ല വൈനിൻ്റെ. ഒത്തിരി പതഞ്ഞൊന്നും പോയിട്ടില്ല, എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ഒന്ന് അരിച്ചെടുത്തിട്ട് കുപ്പിക്കകത്തോട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലമ്മിനകത്ത് നമ്മുടെ വൈനൊക്കെ നന്നായിട്ടൊന്ന് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബോട്ടിൽ ചെയ്യേണ്ട പ്രോസസ്സാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4-5 കുപ്പി എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ തികയായിരിക്കും, ചിലപ്പോൾ തികയാതിരിക്കാം. അപ്പോൾ എന്തായാലും നമുക്കിനി ബോട്ടിലിങ് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ വൈൻ മൊത്തം ഒന്ന് ബോട്ടിൽ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ മൊത്തം 5 കുപ്പി വൈൻ ഫുള്ള് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. മൊത്തം 5 കുപ്പി. ഇനി നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളിതൊരു 1 മാസത്തേന് അനക്കാതെ വെച്ചേക്കണം. അപ്പോൾ ഇതിനകത്തുള്ള ഈസ്റ്റൊക്കെ ഒന്ന് സെറ്റിലായിട്ട് വൈൻ നല്ല തെളിയും, നല്ല ക്ലീൻ ആവും. അപ്പോൾ ചെറിയൊരു ലൈറ്റ് പീച്ച് കളറോട് കൂടി നല്ല അടിപൊളി പ്ലം വൈൻ റെഡിയാകും കുടിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി 1 മാസത്തേന് ഇത് നമുക്ക് ഷെൽഫിൽ തന്നെ അങ്ങ് സൂക്ഷിച്ചേക്കാം.
അങ്ങനെ നമ്മൾ പ്ലം വൈൻ നമ്മുടെ ഭരണിക്കകത്തുനിന്ന് ബോട്ടിൽ ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 10-30 ദിവസം കംപ്ലീറ്റ് ആയി, 1 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നമ്മുടെ ബോട്ടിലൊക്കെ പുറത്തെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല പക്ക റെഡ് കളറാണ്. ഓക്കെ, അപ്പോൾ ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട പരിപാടിയാണ് ഉള്ളത്. അപ്പോൾ നമ്മളിത് ബോട്ടിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് നമ്മളൊന്ന് നോക്കണം. ഇടയ്ക്ക് നോക്കി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈസ്റ്റ് വന്ന് സെറ്റിലായി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്തുനിന്ന് ആൽക്കഹോൾ പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഈസ്റ്റ് ഇരുന്നിരുന്ന് സെറ്റിലാവും അടിയിലോട്ട്. അപ്പോൾ അടിയിലോട്ട് സെറ്റിലാകുന്നത് നമ്മൾ വീണ്ടും ഒന്ന് ഊറ്റി മട്ട് മാറ്റിയിട്ട് വേണം തെളിച്ച് വെക്കാനായിട്ട്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മട്ടൊന്നും ഇല്ല. മട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഈസ്റ്റിൻ്റെ കളറിൽ ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറിൽ ഈസ്റ്റിൻ്റെ അടിയിൽ സെറ്റിലായി കിടക്കുന്നത് കാണാം. അപ്പോൾ അതൊക്കെ ഞാൻ റിമൂവ് ചെയ്തതാണിത്. നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല അടിപൊളി വൈനാണ്. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ ഒരു പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. പകുതിയില്ല, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ ആ പ്ലമ്മിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവർ ഉണ്ട്. കാര്യമായിട്ട് പ്ലമ്മിൻ്റെ ഫ്ലേവർ ഇല്ല. മധുരം നമുക്ക് കുറച്ചുകൂടെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തായാലും മധുരം ഇടുന്നതിനനുസരിച്ച് ആൽക്കഹോളിൻ്റെ കണ്ടൻറ്റ് കൂടിക്കൊണ്ടിരിക്കും. നമ്മുടെ ഈസ്റ്റിൻ്റെ മാക്സിമം പ്രൊഡക്ഷൻ എത്തുന്നതും വരെ ആൽക്കഹോൾ ഇങ്ങനെ ഈസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും, ഷുഗർ കൺസ്യൂം ചെയ്തിട്ട്. അപ്പോൾ നല്ലൊരു കത്തലുണ്ട്, ഇങ്ങനെ കത്തി അങ്ങ് ഇറങ്ങിപ്പോവാണ്. നമ്മൾ നേരത്തെ ഒരു പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കിയിരുന്നു. പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കിയത് കാണാത്തവർ ഈ ലിങ്കിൽ പോയിട്ട് കാണുക. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ വൈൻ പോലെ അല്ല, ഒരു പൈനാപ്പിൾ വൈൻ ഇത്ര ഒരു കത്തലില്ലായിരുന്നു. ഇപ്പം ഇങ്ങനെ കത്തി ഇറങ്ങിപ്പോവാണ്, ഒരു വയറിനകത്തൊക്കെ ഭയങ്കര ചൂട്. ഇപ്പം എന്തായാലും ഈ വൈൻ ഉണ്ടാക്കിയ പ്രോസസ് എല്ലാവർക്കും മനസ്സിലായെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം ഇതിൻ്റെ ഫ്ലേവർ നല്ല ഭയങ്കരമായിട്ട് ഇതിൻ്റെ വന്നിട്ടില്ല, നമ്മുടെ പ്ലമ്മിൻ്റെ ഫ്ലേവർ വന്നിട്ടില്ല. എന്നാലും നല്ല ഒരു ടേസ്റ്റ് ഉണ്ട് വൈനിന്, നല്ല ഒരു അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ വൈൻ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇതിനുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് ആ കത്തലുണ്ട്, ഇങ്ങനെ കത്തി ഇറങ്ങിയാണ് പോകുന്നത്. നമ്മൾ വൈൻ അങ്ങോട്ട് ഇറക്കി വിടുമ്പോഴത്തേക്കും പുകഞ്ഞാണ് ഇറങ്ങി പോകുന്നത്. നമ്മുടെ പൈനാപ്പിൾ വൈൻ അത്ര ഇല്ലായിരുന്നു, എങ്കിലും പൈനാപ്പിൾ വൈൻ നമ്മൾ ഇരിക്കും തോറും ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇതിന് ഇത്രയും പെട്ടെന്ന് ആ ഒരു എഫക്റ്റ് വരാനും അതിനത് വരാതിരിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളിതിൽ യൂസ് ചെയ്ത ഈസ്റ്റിൻ്റെ വ്യത്യാസമാണ്. നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തത് നമ്മൾ മുന്തിരി കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഈസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഈസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയത് വീഡിയോ കാണാത്തവർ ഈ ലിങ്കിൽ പോയിട്ട് ആ വീഡിയോ കാണണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ ഈസ്റ്റ് ചേർത്തുകൊണ്ടാണ് നമ്മുടെ വൈനിന് ഇത്രയും നല്ലൊരു കട്ടിയുള്ള നല്ലൊരു എഫക്റ്റ് വന്നത്, നല്ലൊരു പക്ക ഒരു കത്തൽ വന്നത്. അത് ആൽക്കഹോൾ കണ്ടന്റ് കൂടിയതായതുകൊണ്ടാണ് നമ്മുടെ ആ ഈസ്റ്റിൻ്റെ പ്രത്യേകതയാണ്. അതേസമയം നമ്മുടെ പൈനാപ്പിൾ വൈനകത്ത് യൂസ് ചെയ്ത് നമ്മുടെ ബ്രൂയിങ് ഈസ്റ്റ് ആയിരുന്നു, അതുകൊണ്ടായിരിക്കും അതിന് ഇച്ചിരി കൂടെ കട്ടി കുറവായിരുന്നു. ഓക്കെ, പക്ക ഫ്ലേവർ ആട്ടോ, നല്ലൊരു മധുരവും, ഓവറായിട്ട് മധുരമില്ല, കറക്റ്റ് മധുരമാണ്. ഇനിയിപ്പോൾ മധുരം വേണ്ടവർക്ക് ഇനി കൂടുതൽ മധുരം ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈസ്റ്റ് ആ മധുരം കഴിച്ച് തീർക്കില്ല, അവിടെ തന്നെ മധുരമായിട്ട് തന്നെ നമ്മുടെ വൈനകത്ത് തന്നെ കാണും. ഓക്കെ, ആൽക്കഹോൾ കണ്ടന്റ് എത്തിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഈസ്റ്റിന് പറ്റുന്നത്ര ആൽക്കഹോൾ കണ്ടന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈസ്റ്റ് മധുരം കഴിക്കില്ല, മധുരം വൈനകത്ത് തന്നെ നല്ല സ്വീറ്റായിട്ട് തന്നെ കാണും. ഓക്കെ, എടുത്ത വൈൻ കുടിച്ച് തീർത്തു, ഇനി എടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്ലം വൈൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വൈൻ ഉണ്ടാക്കിയ സ്റ്റെപ്സും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്ലം വൈൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വെയിറ്റ് ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാനിവിടെ ഈ പ്ലം വൈൻ എടുത്തൊന്ന് കോൺസെൻട്രേറ്റ് ആക്കിയതാണിത്. എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വൈനകത്ത് ഇപ്പോൾ ഒരു 18% ആൽക്കഹോൾ വരും. കാരണം അതുപോലെ ഇച്ചിരി കട്ടിയുള്ള ഈസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു എങ്ങനെ പോയാലും ഒരു 15% എങ്കിലും ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടാവും. അപ്പോൾ ആ ആൽക്കഹോൾ കണ്ടന്റ് നമ്മൾ കോൺസെൻട്രേറ്റ് ആക്കി എടുത്തേക്കുന്നതാണ് ഇതിപ്പോൾ ഒരു കുപ്പി വൈൻ ഉണ്ടായിരുന്നു, ഇത് നമ്മൾ കോൺസെൻട്രേറ്റ് ആക്കി ഇതിൻ്റെ കോൺസെൻട്രേഷൻ കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വൈൻ്റെ അളവ് കുറഞ്ഞ് ഇത്ര ആയി വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൂട്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ ഈ ജിന്നൊക്കെ പോലെ ഒരു 10-42% ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള വൈൻ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ സാധാരണ വോഡ്ക അല്ലെങ്കിൽ ജിന്നൊക്കെ ഡിസ്റ്റിൽ ചെയ്താണ് അതിൻ്റെ ഈത്തയിൽ ആൽക്കഹോൾ പുറത്തെടുക്കുന്നത്. അങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ആ ഫ്ലേവറും ഈത്തയിൽ ആൽക്കഹോളും കൂടെ പുറത്ത് വരും. പക്ഷേ നമ്മളിത് വേറെ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ആൽക്കഹോൾ കണ്ടന്റിൻ്റെ ആ ഒരു കിക്ക് ഭയങ്കര കൂടുതലായിരിക്കും. ഒരു ഗ്ലാസ് ഒക്കെ കുടിക്കുവാണെങ്കിൽ ചിലപ്പോൾ പൂസായി എവിടെയെങ്കിലും കിടന്നു പോകും. അതുപോലെ നമ്മൾ കോൺസെൻട്രേറ്റ് ആക്കി എടുത്തേക്കുന്നതാണിത്. അപ്പോൾ എങ്ങനെയാണ് ഇത് കോൺസെൻട്രേറ്റ് ആക്കുന്നതെന്ന് അറിയാനായിട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലം വൈൻ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. ഓക്കെ.
ഇനി ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി വീഡിയോസ് കാണാനായിട്ട് ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.